ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറശ്ശിനിക്കടവിലെ സ്നേക്ക് പാർക്കിലെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. കയറി ചെല്ലുന്ന അവിടെ തന്നെയായിട്ട് MVRൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അകത്തോട്ട് കയറി പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി എന്ന് കാണിക്കുന്ന സ്ഥലത്തേക്ക് കയറി പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ടൈപ്പ് ഫിഷുകളാണ് കേട്ടോ. ഇവിടെ വ്യത്യസ്തമായ അലങ്കാര മത്സ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇഗ്വാനയെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. എല്ലാ മൃഗങ്ങളുടെ കേജിൻ്റെ മുന്നിലുമായിട്ട് അവരുടെ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൻ്റെ അകത്ത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അതിൻ്റെ പേരെന്താണ്, മലയാളത്തിൽ, തമിഴിൽ, ഹിന്ദിയിൽ, അങ്ങനെ വേറെയും കുറേ ഭാഷകളിൽ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ അതിനെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് എഴുതിയിട്ടുണ്ടാവും. ഡിഡ് യു നോ? അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത് വായിച്ച് നമുക്ക് ആ ആനിമലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസിൻ്റെ ഡിഫറൻസസിനെ കുറിച്ചുള്ള ബോർഡ്സ് കാണാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നക്ഷത്ര ഫലങ്ങളും കാണാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് എമുവിനെയും അതിൻ്റെ മുട്ടയെയും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മയിലിനെയും കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന ടണലിൽ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ടൈപ്പ് പാമ്പുകളെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ പാമ്പുകളെ വിഷമുള്ളതും വിഷമില്ലാത്തതുമായി തരം തിരിച്ചു വെച്ചിരിക്കുന്ന ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് പാമ്പിനെ കുറിച്ചുള്ള സത്യങ്ങളും അതിനെ എതിരായിട്ടുള്ള വിശ്വാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുതലക്കുളവും അതിൻ്റെ കൂടെ തന്നെ മുതലകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളും ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ ഫണ്ണിനായിട്ട് ഷൂട്ടിംഗ് സോണും ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ടൈഗറിൻ്റെ വലിയൊരു കേജ് കാണാം. പക്ഷെ അതിൻ്റെ അകത്ത് ടൈഗറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ സ്നേക്ക് ബൈറ്റിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് പറയുന്ന ബോർഡുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചെറിയ പാമ്പുകളുടെ കേജുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ലാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ കിങ് കോബ്രയുടെ കേജ് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ രാജവെമ്പാലകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനുള്ളിൽ നമുക്ക് മിഠായികളുടെ കടയും ടീ ഷോപ്സും പിന്നെ ഐസ്ക്രീം ഷോപ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ 12D സിനിമാസും പിന്നെ കുട്ടികൾക്ക് ഫണ്ണിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പ്ലേ ഗ്രൗണ്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കുട്ടികൾക്ക് 30 രൂപയും മുതിർന്നവർക്ക് 50 രൂപയാണ് കേട്ടോ ഇവർ ഈടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.